പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ പുതിയ SCERT പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള എല്ലാ തരത്തിലുള്ള എക്സാമിനേഷനും പ്രയോജനം ചെയ്യുന്ന ടോപ്പിക്കാണ് പുതിയ പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ റിലേറ്റഡ് NCERT ഫാക്ട്സ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ് ആണ്. 8ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ളതും അതിനോടൊപ്പം തന്നെ NCERT ഫാക്ട്സും റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ വേലുത്തമ്പി ദളവയും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സ് ഒക്കെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയി പാലിയത്തച്ഛനെ കുറിച്ചാണ്. കൊച്ചിയും പാലിയത്തച്ഛനും. നമുക്കറിയാം, അക്കാലത്ത് കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്നു പാലിയത്തച്ഛൻ. അവർ തിരുവിതാംകൂറുമായി, ദളവയുടെ കാലത്ത് തിരുവിതാംകൂറുമായി രൂപീകരിച്ച സഖ്യത്തെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണല്ലേ. ഈ പാലിയത്തച്ഛന്മാർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്ന പ്രമുഖ നായർ തറവാടായ പാലിയത്തെ കാരണവന്മാരാണ് പാലിയത്തച്ഛൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് എന്ന് നിങ്ങൾക്കറിയാം അല്ലെ. കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്ന പ്രമുഖ നായർ തറവാടായ പാലിയത്തെ കാരണവന്മാരാണ് പാലിയത്തച്ഛൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. 16ാം നൂറ്റാണ്ട് മുതൽ 19ാം നൂറ്റാണ്ട് വരെ ഇവരെന്ത് ചെയ്ത് കൊച്ചി രാജാക്കന്മാരുടെ പ്രധാന ഉപദേശകരും ഭരണാധികാരികളുമൊക്കെ ആയിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അപ്പോഴ് ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ എന്ത് ചെയ്തു എതിർത്തിരുന്നു. അതോടൊപ്പം പാലിയത്തച്ഛന്റെ ശത്രുവിന് മെക്കാളെ അഭയം നൽകിയതൊക്കെ പ്രശ്നം രൂക്ഷമാക്കുന്നുണ്ട്. അങ്ങനെ അതിനെ തുടർന്നാണ് തിരുവിതാംകൂറിലെ ദളവയായ വേലുത്തമ്പിയുമായി ചേർന്ന് പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചതെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ബ്രിട്ടീഷുകാരോട് ശക്തമായി ചെറുത്തു നിന്നെങ്കിലും ഒടുവിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ എവിടേക്ക് നാട് കടത്തുന്നുണ്ട്? മദിരാശിയിലേക്ക് നാട് കടത്തുന്നുണ്ട്. അപ്പോൾ കൊച്ചി രാജ്യത്തെ പാലിയം എന്ന നായർ തറവാട്ടിലെ കാരണവന്മാരെയാണ് പാലിയത്തച്ഛൻ എന്ന് വിളിക്കുന്നത്. പാലിയത്തച്ഛന്മാർ കൊച്ചി രാജ്യത്തിലെ മന്ത്രിമുഖ്യൻ അഥവാ പ്രധാനമന്ത്രി എന്ന സ്ഥാനമാണ് വഹിച്ചു പോരുന്നത്. അപ്പോൾ കൊച്ചി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ വലിയ സർവാധികാരിക്കാരൻ എന്ന പദവിയാണ് പാലിയത്തച്ഛൻ വഹിച്ചിരുന്നത്. കൊച്ചി രാജാവിന് വേണ്ടി നാട്ടുരാജ്യത്തിന്റെ ധനകാര്യവും ആഭ്യന്തര ഭരണവും പൂർണ്ണമായി നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു? പാലിയത്തച്ഛന്മാരായിരുന്നു. ഈ പാലിയത്തച്ഛന്മാരുടെ ആസ്ഥാനം എന്ന് പറയുന്ന എറണാകുളം ജില്ലയിലെ ചേന്ദമംഗലത്തുള്ള പാലിയം കൊട്ടാരമാണ്. എവിടെയാണ് പാലിയം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം ജില്ലയിലെ ചേന്ദമംഗലത്ത്. അതില് പ്രമുഖരായ പാലിയത്തച്ഛന്മാരെ കുറിച്ച് അറിഞ്ഞിരിക്കണം. കോമിയച്ചൻ ഒന്നാം പാലിയത്തച്ഛനാണ് കോമിയച്ചൻ. ഡച്ചുകാരുമായി സഖ്യമുണ്ടാക്കി കൊച്ചിയിൽ നിന്നും പോർച്ചുഗീസുകാരെ പുറത്താക്കുന്നതിലോ നിർണായക പങ്കുവഹിച്ച പാലിയത്തച്ഛനായിരുന്നു കോമിയച്ചൻ. അതുപോലെ തന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ പാലിയത്ത് ഗോവിന്ദനച്ഛൻ. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ തിരുവിതാംകൂർ ദളവയായിരുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ തിരുവിതാംകൂറിൽ ദളവയായിരുന്ന വേലുത്തമ്പി ദളവയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച പ്രമുഖൻ. അതാണ് നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ചത്. ആരാണ്? പാലിയത്ത് ഗോവിന്ദൻ അച്ഛനാണ്. ആരാണ്? പാലിയത്ത് ഗോവിന്ദൻ അച്ഛനാണ്. ഓക്കെ. അപ്പോൾ ഈ പാലിയത്തച്ഛന്മാരുടെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തില് അവർക്കെതിരെ നടന്ന വിപ്ലവത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിലെ പാലിയം വിപ്ലവം 1808 മുതൽ 1809 വരെ. കൊച്ചി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്ത് ഗോവിന്ദൻ അച്ഛൻ, അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ അവസാനം, വലിയച്ഛൻ എന്നറിയപ്പെടുന്ന ആളാണ്. ഇദ്ദേഹം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അമിത ഇടപെടലുകൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചു.
അങ്ങനെയാണ് അദ്ദേഹം വേലുത്തമ്പി ദളവയുമായി സഖ്യം രൂപീകരിക്കുന്നത്. തിരുവിതാംകൂർ ദളവയായിരുന്ന വേലുത്തമ്പി ദളവയുമായി ചേർന്ന് പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സംയുക്ത സഖ്യമൊക്കെ രൂപീകരിച്ചു എന്ന് നമ്മൾ പഠിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റെസിഡന്റ് ഹൗസ് ആക്രമണം. എക്സാമിന് ചോദിക്കും. 1808 ഡിസംബർ 18 ആ പാലിയത്തച്ഛന്റെ നേതൃത്വത്തിലുള്ള സൈന്യം കൊച്ചിയിലെ ബ്രിട്ടീഷ് റെസിഡന്റായ കേണൽ മെക്കാളയുടെ വീട് ആക്രമിക്കുന്നതും മെക്കാളെ കപ്പൽ മാർഗം വന്ന് തലനാരിഴയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, രക്ഷപ്പെടുന്നത്. അപ്പോൾ റെസിഡന്റ് ആക്രമണം നടത്തിയത് പാലിയത്തച്ഛനാണ്. ആരായിരുന്നു? ഗോവിന്ദനച്ഛൻ. പാലിയത്ത് ഗോവിന്ദനച്ഛന്റെ നേതൃത്വത്തിൽ 1808 ഡിസംബർ 18. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ആധുനിക ആയുധബലത്തിന് മുന്നിൽ ഈ പോരാട്ടമൊക്കെ പരാജയപ്പെടുകയായിരുന്നു നമുക്കറിയാം. അങ്ങനെ കീഴടങ്ങിയ ആ പാലിയത്തച്ഛൻ, ഏത് പാലിയത്തച്ഛനാണ്? ഗോവിന്ദനച്ഛനാണ്. ആ പാലിയത്തച്ഛനെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരെ മദ്രാസിലെ ഫോർട്ട് സെന്റ് ജോർജ് കോട്ടയിലേക്ക് നാട് കടത്തുന്നുണ്ട്. അറിഞ്ഞ ഫോർട്ട് സെന്റ് ജോർജ് കോട്ടയിൽ. പിന്നീട് ബോംബെയിലും അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്? തടവിൽ പാർപ്പിക്കുകയും 1832 ബനാറസിൽ, അതായത് വാരണാസിയിൽ വെച്ചിട്ടാണ് ആരാ അന്തരിച്ചത്? പറയട്ടെ. ഗോവിന്ദനച്ഛൻ. പാലിയത്ത് ഗോവിന്ദനച്ഛൻ എന്ന വലിയച്ഛൻ അഥവാ പാലിയത്തച്ഛൻ. നിങ്ങൾക്കറിയാം പാലിയം കൊട്ടാരവും മ്യൂസിയവും എറണാകുളത്തെ ചേന്ദമംഗലത്ത് എന്ന് പറഞ്ഞു. എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിനടുത്തുള്ള, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ വി ഡി സതീശന്റെ നാടിനടുത്തുള്ള ചരിത്രപ്രസിദ്ധമായ പാലിയം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ചേന്ദമംഗലത്താണ് എന്ത് ചെയ്യുന്നത്? പാലിയം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം മുസിരിസ് പൈതൃക പദ്ധതിയൊക്കെ. അപ്പോൾ നിലവിൽ ഇത് മുസിരിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട് പാലിയം കൊട്ടാരം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. കേരളീയ വാസ്തുവിദ്യയും ഡച്ച് നിർമ്മാണ ശൈലിയും ഒത്തുചേർന്ന രീതിയിലാണ്, ഓർത്തിരിക്കണം, അങ്ങനെയും ചോദിക്കാം, ഈ 3 നില കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കേരളീയ വാസ്തുവിദ്യയും ഡച്ച് നിർമ്മാണ ശൈലിയും. കൊച്ചി രാജാവിനെ സംരക്ഷിച്ചതിന് നന്ദി സൂചകമായി ഡച്ചുകാരാണ് എന്ത് ചെയ്തത്? ഈ കൊട്ടാരം പുതുക്കിപ്പണിതൊക്കെ നൽകിയത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. നമുക്കറിയാം കുറിച്യർ കലാപം അല്ലെ? പരമ്പരാഗത ആയുധങ്ങളുമായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന ഗോത്ര ജനതയായിരുന്നു കുറിച്യർ അല്ലെ? വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളാണ് കുറിച്യരും കുറുമ്പരും എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? അപ്പോൾ വയനാട്ടിലെ ഗോത്രവിഭാഗങ്ങളായ കുറിച്യരോടും കുറുമ്പരോടും ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നടപടികൾ നമുക്കറിയാം. ഗോത്രജനതയുടെ തുണ്ടുഭൂമികളൊക്കെ അവരെ പിടിച്ചൊടിക്കുകയും പരമ്പരാഗത കൃഷിരീതികൾ തുടരാൻ അവരെ അനുവദിക്കുകയൊന്നും ചെയ്തില്ല. നികുതിയായി സാധനങ്ങൾക്ക് പകരം പണമൊക്കെ ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടു എന്നൊക്കെ അറിയാം. അപ്പോൾ ഓർത്തിരിക്കേണ്ട, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണങ്ങൾക്കെതിരെ എക്സാമിന് കുറിച്യർ കലാപത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്, ശ്രദ്ധിക്കണം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണങ്ങൾക്കെതിരെ വയനാട്ടിലെ ആദിവാസി വിഭാഗമായ കുറിച്യരും കുറുമ്പരും ചേർന്ന് 1812 നടത്തിയ ശക്തമായ സായുധ പോരാട്ടമാണ് ഇത് കുറിച്യർ കലാപം എന്ന് പറയുന്നത്. കേരള ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കർഷക ആദിവാസി മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയത് രാമമൂപ്പൻ അഥവാ രാമനമ്പി. അപ്പോൾ 1812 കുറിച്യർ കലാപം ആരംഭിച്ചത്. വയനാട്ടിലേക്കുള്ള പാതകളുടെ നിയന്ത്രണം കൈക്കലാക്കിയും പ്രാദേശിക സഹായങ്ങൾ നേടിയെടുത്തും ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്രജനത പോരാടുന്നുണ്ട്. ആരായിരുന്നു അവരുടെ നേതാവ്? രാമനമ്പി അഥവാ രാമമൂപ്പൻ. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ കുറിച്യർ എന്ത് ചെയ്യുന്നുണ്ട്? കുറിച്യരും കുറുമ്പരും ഒക്കെ അതുപോലെ നേരിട്ട് ആക്രമിക്കുന്നുണ്ട്. എന്നാൽ കൂടുതൽ പട്ടാളക്കാരെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ച് കുറിച്യർ എന്ത് ചെയ്തു? കുറിച്യർ കലാപം അടിച്ചമർത്തുകയാണ് ചെയ്തത്. 1812 കുറിച്യർ കലാപം നടക്കുന്നത് അല്ലെ? അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണങ്ങൾക്കെതിരെയാണ് കുറിച്യർ കലാപം നടത്തിയത്. ഈ കുറിച്യർ കലാപത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തായിരുന്നു? അമിതമായ നികുതി. ബ്രിട്ടീഷുകാർ വയനാട്ടിലെ കർഷകർക്ക് മേൽ കഠിനമായ നികുതി ചുമത്തി. അതുപോലെ തന്നെ പണമായിട്ടുള്ള നികുതി പിരിവ്. മുൻപ് കാർഷിക വിളകളായിരുന്നു, നെല്ലായിരുന്നു നികുതിയായിട്ട് നൽകിയിരുന്നത്.
അതിന് പകരം പണമായിട്ട് തന്നെ നൽകണമെന്ന് ബ്രിട്ടീഷുകാർ നിർബന്ധിച്ചു. ഇത് ആദിവാസികളെ കൂടുതൽ ദാരിദ്ര്യത്തിലാക്കി. അതുപോലെ തന്നെ ഭൂമി കണ്ടുകെട്ടൽ, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ ഭൂമിയും വീട്ടുപകരണങ്ങളും ഒക്കെ എന്ത് ചെയ്ത് കമ്പനി ഉദ്യോഗസ്ഥർ ബലമായി പിടിച്ചെടുത്തു. മറ്റൊന്ന് പട്ടിണിയും ചൂഷണവും. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും കമ്പനിയുടെ പീഡനങ്ങളും അവരെ എന്ത് ചെയ്ത് കലാപത്തിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ ഈ കുറിച്യരുടെ സമരരീതി എങ്ങനെയായിരുന്നു? ഗറില്ല യുദ്ധമുറയാണ്. നിങ്ങൾക്കറിയാം, വയനാടൻ കാടുകളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നവരാണ് കുറിച്യർ, അല്ലെ? വില്ലും അമ്പും ഉപയോഗിച്ച് ബ്രിട്ടീഷ് സൈന്യത്തിന് നേരെ ഒളിയുദ്ധം അഥവാ ഗറില്ല യുദ്ധം അവർ നടത്തി. അതുപോലെ തന്നെ കമ്പനി കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ചു. അവർ ബ്രിട്ടീഷ് പോലീസ് ചൗക്കികളെയും താവളങ്ങളും ഒക്കെ തകർക്കുകയും കുറിച്യരുടെ ആക്രമണത്തിൽ നിരവധി ബ്രിട്ടീഷ് സൈനികരൊക്കെ കൊല്ലപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വ്യാപകമായിട്ടുള്ള പിന്തുണ പഴശ്ശിരാജയുടെ സൈന്യത്തിൽ ഉണ്ടായിരുന്നവരും വയനാട്ടിലെ മറ്റ് സാധാരണ കർഷകരും ഒക്കെ എന്ത് ചെയ്തു? കുറിച്യർക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ്. ബ്രിട്ടീഷ് സൈന്യത്തിൽ വളരെ ക്രൂരമായി പെരുമാറി ബ്രിട്ടീഷ് സൈന്യം, അല്ലെ? കലാപം അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ മലബാർ, മൈസൂർ, ശ്രീരംഗപട്ടണം എന്നിവിടങ്ങളിൽ നിന്ന് വൻ സൈന്യത്തെ തന്നെ വയനാട്ടിലേക്ക് ഇറക്കി. 1812 മെയ് മാസത്തിൽ നടന്ന കടുത്ത പോരാട്ടത്തിലാണ് കുറിച്യരുടെ നേതാവായ രാമനമ്പി വീരമൃത്യു വരിക്കുന്നത്. പ്രധാന നേതാക്കൾ കൊല്ലപ്പെടുകയോ തടവിലാക്കപ്പെടുകയൊക്കെ ചെയ്തതോടെ 1812 മെയ് അവസാനത്തോടെ ബ്രിട്ടീഷർ എന്ത് ചെയ്ത് ഈ കുറിച്യർ കലാപം പൂർണ്ണമായും എന്ത് ചെയ്തു? അട്ടിച്ചമർത്തി എന്ന് നിങ്ങൾക്കറിയാം. 1836 മുതൽ 1853 വരെയുള്ള 18 വർഷങ്ങൾക്കിടയിൽ മലബാറിൽ 22ഓളം ശക്തമായ കലാപങ്ങൾ നടന്നിരുന്നു. ഈ കാലയളവിലാണ് CA ഇന്നസിന്റെ മലബാർ ഗസറ്റിയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. വാല്യം 2 1851 പുറത്തിറങ്ങിയ വാല്യം 2 രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് മലബാർ ഗസറ്റിയർ. എന്താണ്? 1836 മുതൽ, അതായത് 19ാം നൂറ്റാണ്ടിൽ 1853 വരെയുള്ള 18 വർഷങ്ങൾക്കിടയിൽ മലബാറിൽ 22ഓളം ശക്തമായ കലാപങ്ങൾ ഉണ്ടായിരുന്നു. 19ാം നൂറ്റാണ്ടിൽ കലാപങ്ങളുടെ ഒരു പരമ്പര തന്നെ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലുമാണ് കലാപങ്ങൾക്ക് കാരണമായതെന്ന് അന്നത്തെ മലബാർ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന വില്യം ലോഗൻ തന്റെ അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മലബാർ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന വില്യം ലോഗന് 19ാം നൂറ്റാണ്ടിൽ കലാപങ്ങളുടെ ഒരു പരമ്പര തന്നെ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായെന്നറിയാം. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലും ഒക്കെയാണ് കലാപങ്ങൾക്ക് കാരണമായെന്ന് മലബാർ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന വില്യം ലോഗൻ തന്റെ അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൂഷകരായ ജന്മിമാർക്കും ബ്രിട്ടീഷ് സർക്കാരിനുമെതിരെ കർഷകരുടെ പ്രതിഷേധവും ആക്രമണവും ഒക്കെ ഉണ്ടായി എന്നും ഇതിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും തെക്കേ മലബാറിലെ മാപ്പിള കർഷകരായിരുന്നത് കൊണ്ടാണ് ബ്രിട്ടീഷ് അധികാരികളും സാമ്രാജ്യത്വ ചരിത്രകാരന്മാരും ഈ കലാപങ്ങളെ മാപ്പിള ലഹളകൾ എന്നറിയും. മലബാറിലെ മുസ്ലിങ്ങളെയാണ് മാപ്പിളമാർ എന്നറിയപ്പെടുന്നത്, മാപ്പിള ലഹളകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ സംസ്ഥാനത്തും ഒക്കെ പലതരത്തിലുള്ള സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഇക്കാലത്ത് നിലവിൽ വന്നിട്ടുണ്ട്. ആ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ കുറേയധികം സാമൂഹിക പരിഷ്കർത്താക്കളുണ്ട്. ഇവരെ കുറിച്ച് എക്സാമിന് ചോദിക്കാറുണ്ട്, അത് അറിഞ്ഞിരിക്കണം. നമ്മൾ എല്ലാ സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചും പ്രത്യേക ക്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പണ്ഡിറ്റ് KP കറുപ്പന്റെ ഒരു കൃതിയുണ്ട് ജാതിക്കുമ്മി. അതിലെ കോട്സ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മാനുഷ്യ സോദരന്മാർ, ഇക്കാലത്ത് 20ാം നൂറ്റാണ്ടിലും ഇത് നീക്കാറായില്ലല്ലോ യോഗപ്പെണ്ണേ, എന്തൊരാൾക്കാരാണ് നിങ്ങൾ ജ്ഞാനപ്പെണ്ണേ. പണ്ഡിറ്റ് KP കറുപ്പന്റെ ജാതിക്കുമ്മിയിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങളാണ്. അപ്പോൾ നമുക്ക് സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചൊക്കെ ഒന്ന് ഓടിച്ചു നോക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് വൈകുണ്ഠസ്വാമികൾ, വൈകുണ്ഠസ്വാമികളെ കുറിച്ച് എക്സാമിന് ചോദിക്കൂ. ഇതൊക്കെ കേരളത്തിലെയും തെക്കേ ഇന്ത്യയിലെയും ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവായി കണക്കാക്കപ്പെടുന്ന മഹാനാണ് വൈകുണ്ഠസ്വാമികൾ. 1809 വൈകുണ്ഠസ്വാമികൾ
ജനിക്കുന്നത് 1851 മരണമടയുകയും ചെയ്തു. തിരുവിതാംകൂറിലെ കനത്ത ജാതീയതയ്ക്കും സാമൂഹിക അനാചാരങ്ങൾക്കുമെതിരെ സാധാരണ ജനങ്ങളെ അണിനിരത്തി ജനകീയ പ്രക്ഷോഭങ്ങൾ നയിച്ച ശക്തനായ നേതാവായിരുന്നു അയ്യാ വൈകുണ്ഠ സ്വാമികൾ. അപ്പോൾ 1809 മാർച്ച് 12 അദ്ദേഹം ജനിച്ചത് ഇന്നത്തെ തമിഴ്നാടിന്റെ ഭാഗമായ കന്യാകുമാരിയിലെ സാമിത്തോപ്പില്. അന്നത് തെക്കൻ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു. 1809 അത് തെക്കൻ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു കന്യാകുമാരി. 1809 മാർച്ച് 12 അദ്ദേഹം കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പിൽ ജനിച്ചത്. അപ്പോൾ അയ്യാ വൈകുണ്ഠ സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ് നിങ്ങൾക്കറിയാം? മുടിചൂടും പെരുമാൾ എന്നായിരുന്നു അയ്യാ വൈകുണ്ഠ സ്വാമികളുടെ യഥാർത്ഥ നാമം, മുടിചൂടും പെരുമാൾ. എന്നാൽ ഉയർന്ന ജാതിക്കാരുടെ എതിർപ്പിനെ തുടർന്ന് ആ മുടിചൂടും പെരുമാൾ എന്നുള്ള പേര് മാറ്റി മുതുക്കുട്ടി, ഓർത്തിരിക്കണം, മുതുക്കുട്ടി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതും അയ്യാ വൈകുണ്ഠ സ്വാമികളാണ്. അദ്ദേഹം സ്ഥാപിച്ച, അതായത് അയ്യാ വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച ഏക ദൈവാധിഷ്ഠിതമായ ആത്മീയ സാമൂഹിക പ്രസ്ഥാനമാണ് നിങ്ങൾക്കറിയാം അയ്യാവഴി. അയ്യാവഴി സ്ഥാപിച്ചത് ആരാണ്? അയ്യാ വൈകുണ്ഠ സ്വാമികളാണ്. ഏക ദൈവാധിഷ്ഠിതമായ ആത്മീയ സാമൂഹിക പ്രസ്ഥാനമാണ് അയ്യാവഴി. സമത്വ സമാജം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1836 കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടന ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? സമത്വ സമാജമാണ്. അത് സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ജാതിഭേദമന്യേ എല്ലാ മനുഷ്യരെയും ഒന്നിച്ചിരുത്താൻ സ്വാമികൾ സ്ഥാപിച്ചതാണ് ഇത് സമത്വ സമാജം 1836. നിങ്ങൾ കേട്ടിട്ടുണ്ട് സമബന്ധി ഭോജനം, എക്സാമിന് ചോദിക്കാറുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി എല്ലാ ജാതിയിലുള്ള ആളുകളെയും ഒരേ പന്തിയിൽ ഒരുമിച്ചിരുത്തി ആഹാരം നൽകുന്ന രീതി ആരംഭിച്ചത് അയ്യാ വൈകുണ്ഠ സ്വാമികളാണ്. അതിനെ സമബന്ധി ഭോജനം, സമസാമി എന്ന് ഓർത്തിരുന്നാൽ മതി. സമബന്ധി ഭോജനം നടത്തിയത് ആരാണ്? അയ്യാ വൈകുണ്ഠ സ്വാമികൾ. അതേപോലെ മുന്തിരിക്കിണർ സ്ഥാപിച്ചത്, അല്ലെങ്കിൽ സ്വാമി കിണർ എന്നൊക്കെ അറിയപ്പെടും. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവഴികളിലെ കിണറുകളിൽ നിന്ന് വെള്ളമെടുക്കാൻ അനുവാദമില്ലാതിരുന്ന കാലമായിരുന്നു. ആ കാലത്ത് സ്വാമിത്തോപ്പില് അദ്ദേഹം അവിടെയാണല്ലോ ജനിച്ചത്. എല്ലാവർക്കുമായി അദ്ദേഹം ഒരു പൊതു കിണറൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. അങ്ങനെ ആ പൊതു കിണർ സ്ഥാപിച്ചുകൊണ്ടാണ് ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ചത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചാന്നാർ ലഹള അല്ലെങ്കിൽ മേൽമുണ്ട് സമരം. ചാന്നാർ വിഭാഗത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി നടന്ന സമരങ്ങൾക്ക് പിന്തുണ നൽകിയ ശക്തനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിക്കും. വൈകുണ്ഠ സ്വാമികളാണ് ചോദിച്ചിട്ടുണ്ട്. മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാന്നാർ ലഹളയ്ക്ക് പിന്തുണ നൽകിയത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തുവയൽ പന്തി കൂട്ടായ്മ. ചിട്ടയായ ജീവിതവും സാമൂഹിക സമത്വവും ജനങ്ങൾ വളർത്തിയെടുക്കാൻ രൂപീകരിച്ച അയ്യാ വൈകുണ്ഠ സ്വാമികളുടെ കൂട്ടായ്മയാണ് തുവയൽ പന്തി കൂട്ടായ്മ. അതുപോലെ തന്നെ നിഴൽ താങ്കലുകൾ, ജാതിഭേദമില്ലാതെ എല്ലാവർക്കും ആരാധന നടത്താനായി അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്ര സമാനമായിട്ടുള്ള കേന്ദ്രങ്ങളായിരുന്നു ഇത് നിഴൽ താങ്കലുകൾ എന്ന് പറയുന്നത്. ഇവിടെ വിഗ്രഹങ്ങൾക്ക് പകരം കണ്ണാടിയും അതിനു മുന്നിൽ കത്തുന്ന ദീപവുമാണ് ഈ നിഴൽ താങ്കലുകളിൽ അദ്ദേഹം പ്രതിഷ്ഠിച്ചിരുന്നത്. അതുപോലെ തന്നെ അധസ്ഥിതരെ പീഡിപ്പിച്ചിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയെ അനന്തപുരത്തെ നീചനെന്നും ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരെ വെണ്ണീചൻ, അതാ വെളുത്ത നീചനെന്നും വിളിച്ച് ധീരമായി വിമർശിച്ച വ്യക്തി കൂടിയായിരുന്നു അയ്യാ വൈകുണ്ഠ സ്വാമികൾ. വിഗ്രഹാരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. വൈകുണ്ഠ സ്വാമികളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന കൃതികൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? അഖിലത്തിരുട്ട് അമ്മാനെ, അയ്യാവഴിയുടെ പ്രസിദ്ധമായിട്ടുള്ള പ്രധാന വിശുദ്ധ ഗ്രന്ഥമാണ് അഖിലത്തിരുട്ട് അമ്മാനെ. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അരുൾനൂൽ, ഓന്റെ ജാതി ഓന്റെ മതം ഓന്റെ ദൈവം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ. ഓന്റെ ജാതി ഓന്റെ മതം ഓന്റെ ദൈവം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആരുടെ ദർശനം? വൈകുണ്ഠ സ്വാമികളുടെ ദർശനം. അയ്യാ വൈകുണ്ഠ സ്വാമികളുടെ പ്രമുഖ ശിഷ്യന്മാരിൽ ഒരാളാണ് 1851 മരണമടയുന്നതിനൊക്കെ തൊട്ടു മുമ്പേ അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന
പ്രമുഖ ശിഷ്യനായിരുന്നു ആര്? തൈക്കാടയ്യ. 1851 ജൂൺ 3 അയ്യ വൈകുണ്ഠസ്വാമികള് എന്ത് ചെയ്തത്? മഹാസമാധി അടഞ്ഞത്. ഓക്കെ അല്ലേ? കുറച്ച് വസ്തുതകളാണ് നമ്മൾ അയ്യ വൈകുണ്ഠസ്വാമികളെ കുറിച്ച് മനസ്സിലാക്കിയത്. ഇനി നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഇതൊക്കെ ചോദിക്കും. നാളെ എക്സാം ഉള്ളവരൊക്കെ ഫയർഫോഴ്സിൽ വുമൺ ഫയർ ട്രെയിനിയുടെയൊക്കെ എക്സാമിനേഷൻ ഉള്ളവർക്കൊക്കെ ഇത് പ്രയോജനപ്പെടും നാളത്തെ. അപ്പോൾ കുര്യാക്കോസ് ഏലിയാസ് ചാവറ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതാണ്. സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്ന വ്യക്തിയായിരുന്നു ആര്? കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പ്രമുഖനും നേതാവും അതുപോലെ തന്നെ കത്തോലിക്ക സഭയിലെ വിശുദ്ധനുമാണ് ആര്? വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. 1805 ജനിക്കുകയും 1871 മരണമടയുകയും ചെയ്തു. 1805 ഫെബ്രുവരി 10 ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലാണ് ആര് ജനിച്ചത്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചത്. 1871 ജനുവരി 3 കൊച്ചിയിലെ കൂനമ്മാവിൽ വെച്ച് അന്തരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് 2014 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധനായി, ഓർത്തിരിക്കണം തീയതി, 2014 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പ കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. അവശതയെ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ സ്ഥാപിച്ച വ്യക്തിയാണ് ആര്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. പള്ളിക്കൂടം സമ്പ്രദായം നമ്മൾ പള്ളിക്കൂടം പഠിച്ചിട്ടുണ്ടല്ലേ? 1864 അദ്ദേഹം സ്ഥാപിച്ചു. തിരുവിതാംകൂറിലെ സിറോ മലബാർ സഭയുടെ വികാരി ജനറൽ ആയിരുന്നു ആ സമയത്ത് അദ്ദേഹം. എല്ലാ പള്ളികൾക്കുമൊപ്പം പള്ളിക്കൂടങ്ങൾ, അതായത് സ്കൂളുകൾ നിർബന്ധമായും സ്ഥാപിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ച വ്യക്തിയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. എല്ലാ പള്ളികൾക്കുമൊപ്പം പള്ളിക്കൂടങ്ങൾ, സ്കൂളുകൾ നിർബന്ധമായും സ്ഥാപിക്കണമെന്ന് ഈ പള്ളിക്കൂട സമ്പ്രദായം 1864 അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇതാണ് പിൽക്കാലത്ത് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുന്നതിലേക്ക് കേരളത്തെ നയിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ 1864 പള്ളിക്കൂടം സമ്പ്രദായമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഉച്ചക്കഞ്ഞി വിതരണം. സ്കൂളുകളിൽ ദരിദ്രരായ കുട്ടികളെ ആകർഷിക്കുന്നതിനും അവരുടെ വിശപ്പടക്കുന്നതിനുമായി അദ്ദേഹം ഉച്ചക്കഞ്ഞി വിതരണമൊക്കെ ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കുര്യാക്കോസ് ഏലിയാസ് ചാവറ സ്ഥാപിച്ചതാണ് 1846 സെന്റ് ജോസഫ് പ്രസ്. എക്സാമിന് ചോദിക്കാറുണ്ട്. കോട്ടയത്തിനടുത്തുള്ള മാന്നാനത്ത് കത്തോലിക്ക സഭയുടെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിക്കുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് 1846. മലയാളത്തിലെ ആദ്യത്തെ, ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്ന അല്ലെ, ഇപ്പോഴത്തെ ദീപിക, അന്നത്തെ നസ്രാണി ദീപിക, ആദ്യത്തെ പത്രങ്ങളിലൊന്നായ നസ്രാണി ദീപിക അച്ചടിച്ചത് ഈ 1846 സ്ഥാപിച്ച സെന്റ് ജോസഫ് പ്രസിൽ നിന്നാണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ 1866 അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കന്യാസ്ത്രീ മഠങ്ങൾ, ആദ്യത്തെ കന്യാസ്ത്രീ മഠം സ്ഥാപിച്ചത് 1866 സ്ത്രീ ശാക്തീകരണവും വിദ്യാഭ്യാസവും ലക്ഷ്യമിട്ട് കൂനമ്മാവില് അദ്ദേഹം സ്ത്രീകൾക്കായുള്ള ആദ്യത്തെ സന്യാസിനി സഭ CMC സ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാർക്കായി CMI കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന സന്യാസ സഭയും ആര് സ്ഥാപിച്ചിട്ടുണ്ട്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. പ്രായമായവർക്കും രോഗികൾക്കുമായി കൈനകരിയിൽ അദ്ദേഹം ഒരു അഭയ കേന്ദ്രമൊക്കെ, അതായത് ഉപവിശാലയൊക്കെ ആര് സ്ഥാപിച്ചു? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അദ്ദേഹത്തിന്റെ അനന്താപുരാണം മലയാളത്തിലെ ആദ്യത്തെ ആഖ്യാന കവിതകളിൽ ഒന്നാണ്. മലയാള സാഹിത്യത്തില് അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒന്നാണ് അനന്താപുരാണം. മലയാളത്തിലെ ആദ്യത്തെ ആഖ്യാന കവിതകളിൽ ഒന്നാണ് അത് അദ്ദേഹത്തിന്റെ കൃതിയാണ്. അതേപോലെ തന്നെ പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ ഭക്തികാവ്യം അറിഞ്ഞിരിക്കണം. ഏതാണ് ആ ഭക്തികാവ്യം? ആത്മാനുതാപം എന്ന ഭക്തികാവ്യം കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടേതാണ്. ഒരു നല്ല അപ്പന്റെ ചാവരുൾ, കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ അടങ്ങിയ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ കൃതിയാണ് ഇത്, ഒരു നല്ല അപ്പന്റെ ചാവരുൾ എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ചാവരുൾ എന്ന ഉപദേശ ഗ്രന്ഥം എഴുതിയത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. നമുക്ക് ശ്രീനാരായണ ഗുരു എന്ന മഹാനെ കുറിച്ച് മനസ്സിലാക്കണം.
കേരള നവോത്ഥാനത്തിന്റെ പിതാവ് അല്ലെ, മിക്കപ്പോഴും ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മഹാനായ സാമൂഹിക പരിഷ്കർത്താവും ആത്മീയ ആചാര്യനുമായിരുന്നു ആര്? ശ്രീനാരായണ ഗുരു. കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ പ്രഥമ സ്ഥാനീയ ആയിരുന്നു ആര്? ശ്രീനാരായണ ഗുരു. അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കുമെതിരെ പോരാടിയ നവോത്ഥാന നായകനായിരുന്നു ആര്? ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാൻ ജനങ്ങളോട് ഉദ്ഘോഷിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ ഏവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃക സ്ഥാനമാണ് ഇതെന്ന് ഈ ക്ഷേത്രത്തെ, അരുവിപ്പുറത്തെ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുകയൊക്കെ ചെയ്തത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാല യോഗം എന്ന് നിങ്ങൾക്കറിയാം. 1856 അദ്ദേഹം ജനിച്ചത്. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 ഓഗസ്റ്റ് 20 മരണമടഞ്ഞ 1928 സെപ്റ്റംബർ 20. ഈ 2 ദിവസവും കേരളത്തിൽ അവധിയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ജനനവും മരണവും അവധിയായിട്ടുള്ള ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? ശ്രീനാരായണ ഗുരു. ജനനം 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലുള്ള വയൽവാരം വീട്ടിലാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. മഹാസമാധി അടയുന്നത് 1928 സെപ്റ്റംബർ 20 തിരുവനന്തപുരത്തെ വർക്കലയിലെ ശിവഗിരിയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? മരണമടയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ മുദ്രാവാക്യമാണ് ഒരു ജാതി ഒരു മതം ഒരു മനുഷ്യന് എന്നുള്ളത്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധമായിട്ടുള്ള മുദ്രാവാക്യമാണ്. അപ്പോൾ അരുവിപ്പുറം പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരുവാണ് നടത്തിയെന്നറിയ വർഷം ചോദിക്കാറുണ്ട്. 1888 ബ്രാഹ്മണർക്ക് മാത്രം വിഗ്രഹപ്രതിഷ്ഠ നടത്താൻ അധികാരമുണ്ടായിരുന്ന കാലത്ത് നെയ്യാറിൽ നിന്ന് ശിവലിംഗമെടുത്ത് ശ്രീനാരായണ ഗുരു എന്ത് ചെയ്തു? അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ചു. ജാതിഭേദം മതദ്വേഷവുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് അവിടെ രേഖപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ 1904 ശിവഗിരി മഠം സ്ഥാപിച്ചു. വർക്കലയിലെ ശിവഗിരി മഠവും ശാരദ പ്രതിഷ്ഠയും നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. വർക്കലയിൽ ശിവഗിരി മഠം സ്ഥാപിച്ചത്. വിദ്യയുടെ ദേവതയായ ശാരദാംബയാണ് എന്ത് ചെയ്തത്? ശാരദ പ്രതിഷ്ഠ നടത്തിയത്, അവിടെ സ്ഥാപിച്ചത് 1904 ശിവഗിരി മഠം സ്ഥാപിച്ചത്. അതേപോലെ SNDP യോഗം അല്ലെ, അധസ്ഥിതരുടെ സാമൂഹിക പുരോഗതിക്കായി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം 1903 വർഷമറിഞ്ഞിരിക്കണം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത്. ഇതിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു, നമുക്കറിയാം, ചോദിക്കാറുണ്ട്, SNDPയുടെ ജനറൽ സെക്രട്ടറി ആരാണ്? കുമാരനാശനായിരുന്നു ആദ്യ ജനറൽ സെക്രട്ടറി. ആലുവ സർവമത സമ്മേളനം നിങ്ങൾക്കറിയാം. 1924 ആലുവ സർവമത സമ്മേളനം ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സർവമത സമ്മേളനമാണ് 1920 ആലുവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടന്നത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമായിരുന്നു എന്നതായിരുന്നു ഇതിന്റെ സന്ദേശം. ഓർത്തിരിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. ആലുവ സർവമത സമ്മേളനത്തിന്റെ സന്ദേശം വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ചേർത്തല കളവങ്കോട് ക്ഷേത്രത്തിൽ വിഗ്രഹത്തിന് പകരം കണ്ണാടി പ്രതിഷ്ഠിച്ച് മനുഷ്യൻ സ്വന്തം ഉള്ളിലെ ദൈവത്തെയാണ് ദർശിക്കേണ്ടതെന്ന സന്ദേശം നൽകിയിരുന്നു. കണ്ണാടി പ്രതിഷ്ഠ അദ്ദേഹം, നമ്മൾ വൈകുണ്ഠസ്വാമി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ കാര്യം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവും കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ചേർത്തല കളവങ്കോട് ക്ഷേത്രത്തിലാണ് വിഗ്രഹത്തിന് പകരം എന്ത് ചെയ്ത്? കണ്ണാടി പ്രതിഷ്ഠിച്ച് മനുഷ്യൻ സ്വന്തം ഉള്ളിലെ ദൈവത്തെയാണ് ദർശിക്കേണ്ടതെന്ന സന്ദേശം നൽകിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും കേരള നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള പ്രധാന സന്ദേശങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ, സംഘടന കൊണ്ട് ശക്തരാകുവിൻ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ഘോഷിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതികൾ മലയാളത്തിലും സംസ്കൃതത്തിലും തമിഴിലും ഒക്കെ ഒരുപാട് കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ടെന്നറിയാം. ആത്മോപദേശ ശതകം, ദൈവദശകം, ഏറ്റവും പ്രസിദ്ധമായ ശ്രീനാരായണ ഗുരുവിന്റെ പ്രാർത്ഥനാഗീതമാണ് ദൈവദശകം. അതുപോലെ തന്നെ ദർശനമാല, ജാതി മീമാംസ, ഓക്കെ അല്ലേ? ദൈവദശകമൊക്കെ 100 വർഷമൊക്കെ പൂർത്തിയായതാണ്.
സഹോദരൻ അയ്യപ്പൻ, മഹാകവി കുമാരനാശൻ, ഡോക്ടർ പി പൽപു, ടി കെ മാധവൻ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളെ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ ദർശനം, ശ്രീനാരായണ ഗുരുവിന്റെ ദർശനമൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് നോക്കേണ്ടത്. കേരള നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന ദൈക്ഷണിക പ്രതിഭയും ആത്മീയ ആചാര്യനുമായിരുന്ന ആര്? പരമഭട്ടാരക ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ. പരമഭട്ടാരക ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ ഹിന്ദുമതത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ ആധിപത്യത്തെയും ജാതി വ്യവസ്ഥയും കടുത്ത ഭാഷയിൽ ചോദ്യം ചെയ്ത വ്യക്തിയാണ് ചട്ടമ്പി സ്വാമി. അറിവ് എല്ലാവർക്കും ഉള്ളതാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്താണ് ചട്ടമ്പി സ്വാമി. ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ ആചാരങ്ങളെയും ഒക്കെ എതിർത്തിരുന്നു. 1853 ഓഗസ്റ്റ് 25 അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് ജനിച്ചത്. കണ്ണമൂലയിലുള്ള ഉള്ളൂർക്കോട് വീട്ടിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. അപ്പോൾ കുഞ്ഞൻ എന്ന ബാല്യകാലത്ത് അറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് ആറ്? ചട്ടമ്പി സ്വാമികൾ. അയ്യപ്പൻ എന്നായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം. ചട്ടമ്പി എന്ന പേര് പഠിച്ചിരുന്ന പാഠശാലയിൽ കുട്ടികളുടെ നായകനായി, അതായത് ക്ലാസ് മോണിറ്റർ, നമ്മൾ ക്ലാസ് ലീഡർ എന്നൊക്കെ പറയല്ലേ, തിരഞ്ഞെടുത്തതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ചട്ടമ്പി എന്ന പേര് ലഭിച്ചത്. 1924 മെയ് 5 അദ്ദേഹം മഹാസമാധിയായത്. കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. ഈ സ്ഥലം ഇപ്പോൾ പന്മന ആശ്രമം എന്നൊക്കെ അറിയപ്പെടുന്നത് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ ചരിത്രപരമായിട്ടുള്ള സംഭാവനകൾ അറിഞ്ഞിരിക്കണം. വേദ പഠനാവകാശം. നമുക്കറിയാം, അക്കാലത്ത് ബ്രാഹ്മണർക്ക് മാത്രം അവകാശപ്പെട്ടിരുന്ന വേദപഠനം ശൂദ്രർക്കും മറ്റ് അധസ്ഥിത വിഭാഗങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ച വ്യക്തി കൂടിയാണ് ആറ്? ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിന്റെ സമകാലികനും അടുത്ത സുഹൃത്തുമായിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ. നാരായണ ഗുരുവിന് യോഗവിദ്യകൾ ഉപദേശിച്ചു കൊടുത്തത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഗുരുവിനോടൊപ്പമാണ് അദ്ദേഹം അരുവിപ്പുറം ഉൾപ്പെടെയുള്ള നിരവധി യാത്രകളിൽ പങ്കാളിയായത്. 1892 അദ്ദേഹം വിവേകാനന്ദനുമായിട്ട് കൂടിക്കാഴ്ച നടക്കുന്നു. വിവേകാനന്ദ സ്വാമിയുമായിട്ട് ചട്ടമ്പി സ്വാമി കൂടിക്കാഴ്ച നടത്തുന്നത് 1892 എറണാകുളത്ത് വെച്ചിട്ടാണ് സ്വാമി എന്ത് ചെയ്ത് വിവേകാനന്ദനെ കണ്ടുമുട്ടിയത്. ചിന്മുദ്രയെ കുറിച്ച് വിവേകാനന്ദന് വിശദീകരിച്ചു കൊടുത്തത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളെ വിവേകാനന്ദൻ ഒരു വിശേഷണം ചട്ടമ്പി സ്വാമികൾക്ക് നൽകിയിട്ടുണ്ട്. മലബാറിലെ ഒരു അത്ഭുത മനുഷ്യൻ എന്ന് ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിച്ചത് ആര്? വിവേകാനന്ദ സ്വാമികളാണ്. ജാതി ചിന്തകൾക്കെതിരെ ചട്ടമ്പി സ്വാമികൾ നടത്തിയതാണ് പട്ടി സത്യ ആരാണ് നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചട്ടമ്പി സ്വാമികൾ. മിശ്രഭോജനം, ഇതിനൊക്കെ തുടക്കം കുറിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ജാതി ചിന്തകൾക്കെതിരെയാണ്. സ്ത്രീ സമത്വത്തിനും സാർവത്രിക വിദ്യാഭ്യാസത്തിനുമായി ശക്തമായി വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. വേദാധികാര നിരൂപണം. എന്താണ് വേദാധികാര നിരൂപണം? ബ്രാഹ്മണരല്ലാത്തവർക്കും വേദം പഠിക്കാൻ അവകാശമുണ്ടെന്ന് സ്ഥാപിച്ച ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. അതുപോലെ തന്നെ പ്രാചീന മലയാളം, കേരളത്തിന്റെ യഥാർത്ഥ ചരിത്രത്തെയും നായന്മാരുടെ പാരമ്പര്യത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം. അതുപോലെ ക്രിസ്തുമത ചേതനം, അക്കാലത്തെ മതപരിവർത്തന ശ്രമങ്ങളെ യുക്തിഭദ്രമായി ചെറുക്കാൻ രചിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ക്രിസ്തുമത ചേതനം. അദ്വൈത ചിന്താ പദ്ധതി, അദ്വൈത തത്വചിന്തയെ ലളിതമായി വിശദീകരിക്കുന്ന പുസ്തകമാണ് ഇത് അദ്വൈത ചിന്താ പദ്ധതി. ജീവകാരുണ്യ നിരൂപണം, അതുപോലെ തന്നെ മോക്ഷപ്രദീപ ഖണ്ഡനം, ഇതൊക്കെ ആരുടെ കൃതികളാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. നമുക്ക് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. ആ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചുകൂടി പഠിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പിതാവ് എന്നും പ്രമുഖനായ പത്രപ്രവർത്തകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമെന്നുമൊക്കെ അറിയപ്പെടുന്ന മഹാനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1873 അദ്ദേഹം ജനിച്ചത്. 1932 മരണമടയുകയും ചെയ്തു. 1873 ഡിസംബർ 28 തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലുള്ള വക്കം ഗ്രാമത്തിലാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിക്കുന്നത്.
മരണം 1932 ഒക്ടോബർ 31, 58 വയസ്സിലാണ് അദ്ദേഹം മരണമടയുന്നത്. മലയാളത്തിന് പുറമെ അറബി, ഇംഗ്ലീഷ്, പേർഷ്യൻ, സംസ്കൃതം, തമിഴ്, ഹിന്ദുസ്ഥാനി എന്നീ ഭാഷകൾ പ്രാവീണ്യം നേടിയ വ്യക്തിയായിരുന്നു. നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം സമുദായത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ അദ്ദേഹം ആരംഭിച്ചൊരു പത്രമുണ്ട്. സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രം ആരംഭിച്ചതും ആരാടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം മൗലവിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ സാമൂഹ്യ സംഭാവനയാണ് സ്വദേശാഭിമാനി എന്ന പത്രം. ആ പത്രം സ്ഥാപിച്ചത് 1905 സ്വദേശാഭിമാനി എന്ന പത്രം സ്ഥാപിച്ചത്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1905 അദ്ദേഹം സ്വദേശാഭിമാനി സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. ജനങ്ങളുടെ സങ്കടങ്ങൾ അധികാരികളിൽ എത്തിക്കാനും അഴിമതിക്കെതിരെ നിർഭയം ശബ്ദിക്കാനുമായി 1905 ജനുവരി 19 അദ്ദേഹം എന്ത് ചെയ്ത് വക്കം അബ്ദുൽ ഖാദർ മൗലവി അഞ്ചുതെങ്ങിൽ നിന്ന്, തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങിൽ നിന്ന് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിക്കുന്നത്. ലണ്ടനിൽ നിന്ന് വില കൂടിയ ആധുനിക അച്ചടി യന്ത്രം ഇതിനായി അദ്ദേഹം ഇറക്കുമതിയൊക്കെ ചെയ്തിരുന്നു. ഇതിന്റെ പത്രാധിപർ, സ്വദേശാഭിമാനിയുടെ പത്രാധിപർ നിങ്ങൾക്കറിയാം, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ കുറിച്ച്. അപ്പോൾ സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപരാണ് അദ്ദേഹം. കെ രാമകൃഷ്ണപിള്ള. തിരുവിതാംകൂർ ദിവാനായിരുന്ന പി രാജഗോപാലാചാര്യയുടെ അഴിമതികൾക്കെതിരെയും കൊട്ടാരത്തിലെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും ചേർന്ന് പോരാടി. 1905 പുറത്തിറങ്ങിയെന്ന് പറഞ്ഞു. 1910 ഈ പത്രം നിരോധിക്കുന്നുണ്ട്. സ്വദേശാഭിമാനി പത്രം 1910 നിരോധിക്കുന്നുണ്ട്. പത്രത്തിന്റെ കടുത്ത വിമർശനങ്ങൾ സഹിക്കാനാവാതെ എന്ത് ചെയ്യുന്നുണ്ട്? 1910 സെപ്റ്റംബർ 26 തിരുവിതാംകൂർ സർക്കാർ എന്ത് ചെയ്തു? പത്രം നിരോധിക്കുകയും പ്രസ് കണ്ടുകെട്ടുകയൊക്കെ ചെയ്തു. അങ്ങനെ കണ്ടുകെട്ടിയിട്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുകയും വലിയ സാമ്പത്തിക നഷ്ടം വന്നിട്ടും രാജാവിനോട് മാപ്പ് പറയാനൊന്നും വക്കം മൗലവി തയ്യാറായില്ല. മുസ്ലിം സമുദായത്തിന്റെ പൊതുവിദ്യാഭ്യാസവും ഇംഗ്ലീഷ് പഠനവും അത്യാവശ്യമാണെന്ന് വാദിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സർക്കാർ സ്കൂളുകളിൽ അറബി ഭാഷ പഠിപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ തിരുവിതാംകൂറിൽ കൊണ്ടുവന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ശ്രമഫലമായാണ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം നിരന്തരം ജനങ്ങളെ ബോധവൽക്കരിച്ചിരുന്നു. മലയാളം വായിക്കാൻ അറിയാത്ത മുസ്ലിം സ്ത്രീകൾക്കായി അറബി മലയാള ലിപിയില് വക്കം അബ്ദുൽ ഖാദർ മൗലവി പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു. ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, കേരള മുസ്ലിം ഐക്യസംഘം എന്നിവയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ഏതൊക്കെയാണ്? ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, കേരള മുസ്ലിം ഐക്യസംഘം. ഓക്കെ. മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന സ്ത്രീധന സമ്പ്രദായം, അന്ധവിശ്വാസങ്ങൾ, ആഡംബര വിവാഹങ്ങൾക്കെതിരെ ശക്തമായി നിലകൊണ്ട സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തിന്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളും കൃതികളുമൊക്കെ അറിഞ്ഞിരിക്കണം. എക്സാമിന് ഇതൊക്കെ സ്ഥിരം സാന്നിധ്യമാണ്. 1906 സമുദായ പരിഷ്കരണത്തിനായി വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികയാണ് മുസ്ലിം. 1906 1905 പത്രം ആരംഭിക്കുന്നത്. അൽ ഇസ്ലാം അറബി മലയാളം ലിപിയിലുള്ള മാസികയാണ് അൽ ഇസ്ലാം. ഈ മാസിക ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1918 ഒരു ദീപിക, മറ്റേ നസ്രാണി ദീപികയല്ലേ, 1918 കത്തോലിക്ക സഭയുടെ ദീപികയല്ല, മൗലവി ആരംഭിച്ച മറ്റൊരു മാസികയാണ് ദീപിക എന്ന് പറയുന്നത്. ഇതിലാണ് അദ്ദേഹം ഖുർആൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത്. 1918 വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികയിലൂടെയാണ്. അപ്പോൾ സ്വദേശാഭിമാനി പത്രം 1910 കണ്ടുകെട്ടുന്നു എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പത്രാധിപരായിരുന്നു സ്വദേശാഭിമാനി പത്രത്തിന്. 1910 1910 സെപ്റ്റംബർ 26 പത്രം നിരോധിച്ചുകൊണ്ട് കണ്ടുകെട്ടുന്നത്. ആ പ്രസ്സൊക്കെ കണ്ടുകെട്ടുകയും സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുകയും പിന്നീട് അദ്ദേഹം ആ പത്രം പ്രസിദ്ധീകരിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തെ നാട് കടത്തിയതിനു ശേഷം
എന്റെ പത്രാധിപരില്ലാതെ പത്രം പ്രസിദ്ധീകരിക്കേണ്ടായി എന്ന് തീരുമാനിച്ചതാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പുതിയ പാഠപുസ്തകത്തിലെ SCERT പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സാമിന് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഇതിനകത്ത് നമ്മൾ കുറെ റെനൈസൻസും കൂടെ പഠിച്ചു അല്ലേ? സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചൊക്കെ പഠിച്ചു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യാൻ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, ടേക്ക് കെയർ.